ക്ലോസ് ചെയ്താൽ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ ബിജു പവിത്ര എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ. നമ്മൾ അമ്പലവും നാട്ടിലെ പൂരവും ചരിത്രപരമായ കാര്യങ്ങളും മാത്രമാണ് ഇതിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. അതിനപ്പുറം തന്നെ വേറെ നമ്മൾ പൊളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അത് പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ബിജു പവിത്ര എന്നുള്ള പേര് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിലാണ്. പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പൊളിറ്റിക്സാണ് നമ്മൾ കൈകാര്യം ചെയ്യാറ്. അതിൻ്റെ സത്യാനന്തര കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ അമ്പലം പോസ്റ്റ് ചെയ്യുമ്പോൾ, അമ്പലം അതുപോലെ ഉത്സവാഘോഷങ്ങൾ അത് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ പേജിനെ പതുക്കെ എന്ന് വെച്ചാൽ ഇന്ന് നാളെയല്ല, ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പേജ് ഈ പൊളിറ്റിക്സ് കൂടി പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിൽ 100% അതിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും, അവർ ക്ഷമിക്കണം. ഈവൻ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ അത്രയും താല്പര്യമില്ലാത്ത ആളുകൾ സബ്സ്ക്രിപ്ഷൻ ഇതിൽ നിന്ന് മാറാം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ആരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ അല്ല, നമ്മൾ ചില സത്യാനന്തര കാലങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒരു നിശ്ചയമാണ്. അത് നമ്മൾ പറയുന്ന പോലെ കാലത്തിൻ്റെ നിശ്ചയം എന്നൊന്നും പറയാനില്ല, നമ്മളുടെ നിശ്ചയം തന്നെയാണ്, പൂർണ്ണ ബോധ്യത്വം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് മാറണം. വീഡിയോസ് ഉണ്ടാവും നിശ്ചയമായിട്ടും, കാരണം അത് എന്താ പറയുക, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അതിൽ യാതൊരു വക കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ്, പൂരം നമുക്കിഷ്ടമാണ്, ആഘോഷങ്ങൾ ഇഷ്ടമാണ്, അതിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണ്. അതുപോലെ ചെറിയ ഫുഡ് വ്ളോഗ്സ് അതൊക്കെ ചെയ്യും. അതിൻ്റെ കൂടെ പൊളിറ്റിക്സ് കൂടി ഉണ്ടാവും എന്ന് പറയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമസ്കാരം, ഞാൻ ബിജു പവിത്ര. പൊളിറ്റിക്സ് വരുമ്പോൾ എൻ്റെ കൂടെ മദൻ ഗോപാൽ കൂടി ഉണ്ടാവും. പൊളിറ്റിക്സ് വരുമ്പോൾ, അല്ലാത്തപ്പോൾ ആളുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യണം. അപ്പോൾ നമ്മളെ പൊളിറ്റിക്സിൽ എല്ലാവരും തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞത് മാത്രം. ഇന്നും നാളെയല്ല, ഉടൻ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.